ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫും വാട്ടയേറ്റിന്റെ ഡേയും കൂടിയാണ് കേട്ടോ. കുറെ നാളെത്തി കിട്ടിയ ഓഫ് ആയതുകൊണ്ട് നല്ല പോലെ കിടന്ന് ഉറങ്ങിയായിരുന്നു. ഫസ്റ്റ് തന്നെ എന്റെ പതിവ് കട്ടൻ അങ്ങോട്ട് പാസ്സാക്കിയായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും നല്ല തേങ്ങ അരച്ച് വെച്ച് ചിക്കൻ കറി കൂടിയാണ് കഴിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇന്നത്തേക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഒരു വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. ഈ ഒരു ഐസ്ക്രീം കേക്കാണ് കഴിച്ചിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ അതിന്റെ ടേസ്റ്റ്. അങ്ങനെ അത് മൊത്തം കഴിച്ച് അതിന്റെ മത്തിൽ ഒരു ഉറക്കം കൂടി അങ്ങോട്ട് പാസ്സാക്കി. ഉറക്കമൊക്കെ എണീറ്റ് വന്നപ്പോഴത്തേക്കും ഉമ്മ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചേക്കുന്നു. അതും നല്ല രീതിക്ക് അങ്ങോട്ട് തട്ടിയായിരുന്നു കേട്ടോ. പിന്നെയും കിടന്ന് ഉറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പുറത്ത് പോണോണ്ട് വേഗം റെഡിയായി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയായിരുന്നു. ട്രെയിനിൽ നിന്ന് ഈ ഒരു ലിംകയുടെ ജ്യൂസ് കൂടി വാങ്ങി കുടിച്ചായിരുന്നു കേട്ടോ. നമ്മൾ നേരെ പോയായിരുന്നത് ആലപ്പുഴക്കായിരുന്നു കേട്ടോ. കുറെ നാളായി ആലപ്പുഴ ബീച്ച് കാണണമെന്നൊരാഗ്രഹം. അങ്ങനെ ആലപ്പുഴ ബീച്ചിലേക്ക് അങ്ങോട്ട് പോയായിരുന്നു. കോഴിക്കോട് സ്റ്റൈലാണ് ഇവിടെ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടാണ് പോയിരുന്നത്. പക്ഷേ ഫുഡൊന്നും കോഴിക്കോടത്തെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ബജിയും ഒരു കാപ്പിയും കൂടി കുടിച്ചായിരുന്നു. ആ ബജി എനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ബീച്ചിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഉല്ലാത്തിയപ്പോഴത്തേക്കും കപ്പലണ്ടി വണ്ടി കണ്ടായിരുന്നു. ഓരോ കപ്പലണ്ടി വാങ്ങി കഴിച്ചായിരുന്നു കേട്ടോ. ബീച്ചിൽ നിന്ന് റിട്ടേൺ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ദാഹം ആയതുകൊണ്ട് ഈ ഒരു ഗുവയുടെ കുലുക്കി വാങ്ങി കുടിച്ചായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ പോയിരുന്നത് തേവരയിലുള്ള മോമോ കോർണറിലേക്കാണ്. ഇവിടുത്തെ മോമോസൊക്കെ പൊളിയാണ് കേട്ടോ. ഫ്രൈഡും സ്റ്റീംഡുമാണ് നമ്മൾ ട്രൈ ചെയ്തിരുന്നത്. ഇവിടുത്തെ ചമ്മന്തി വേറെ ലെവലാണ്. ആ ചമ്മന്തിയും മയോയും കിട്ടില്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ പരമ്പള്ളി വഴി നമ്മൾ പോയത് ഉപ്പുമുളകും തട്ടുകടയുടെ അവിടെ ഉള്ള കുലുക്കി കടയിലോട്ടാണ് കേട്ടോ. ഇവിടെ കുറേ വെറൈറ്റി കുലുക്കികളുണ്ട്. പാമ്പ് സോഡ, സുനാമി സർബത്ത്, അങ്ങനെ വെറൈറ്റി പേരുകളുണ്ട് കേട്ടോ. അപ്പൊ പാമ്പ് സുനാമിയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. നമ്മുടെ കയ്യിലോട്ട് കുലുക്കി തരുമ്പോഴത്തേക്കും പത പോലെ കുറേ പോരും കേട്ടോ. അതുകൊണ്ടാണ് സുനാമി എന്ന് പറയണത് തോന്നുന്നത്. ഈ ഒരു സ്പോട്ടിൽ ഇത് കുലുക്കി ട്രൈ ചെയ്തേക്കണവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ അവിടെ നിന്ന് റിട്ടേൺ നേരെ വീട്ടിലോട്ട് ബസ്സിൽ വിട്ടായിരുന്നു. അപ്പൊ ഇത്ര ഉള്ളൂട്ടോ ഇന്നത്തെ ഒരു ഡേ.